ഹലോ ഫ്രണ്ട്സ്, ഞാനിതാ വന്നിരിക്കുന്നു പുതിയൊരു എപ്പിസോഡുമായിട്ട്. എല്ലാവരും സുഖമായിരിക്കുന്നില്ലേ? ഇന്ന് കുറച്ച് തട്ടുകട സ്പെഷ്യൽ ഐറ്റംസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതെന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് കാണാം. ഇത് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നൊസ്റ്റാൾജിയ ഫീൽ എന്തായാലും ഉണ്ടാവും. ഇത് കഴിക്കാൻ ഒരു ടെൻഡൻസി ഉണ്ടാവും, ഉറപ്പ്. ആദ്യമായിട്ട് നമ്മൾ തട്ടുകട സ്പെഷ്യൽ പരിപ്പ് വടയാണ് ഉണ്ടാക്കുന്നത്. അതിനുള്ള മിക്സ് എല്ലാം ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. മുന്നത്തെ ഒരു എപ്പിസോഡിൽ നമ്മളിത് കാണിച്ചിട്ടുണ്ട്. ഞാൻ 200 ഗ്രാം കടലപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത് വടക്കുള്ള. അതിലേക്ക് ഒരു പകുതി സവാളയും 2 വറ്റൽമുളകും 3 പച്ചമുളക്, 1 സ്പൂൺ പെരിഞ്ജീരകം, പിന്നെ ചെറിയൊരു പീസ് ഇഞ്ചിയും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് വെച്ചേക്കുവാണ്. ഇത് 2 മണിക്കൂർ മുമ്പേ കോത്ത് വെച്ചതാണ് കടലപ്പരിപ്പ്. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിനി ഈ വട പരത്തിയിടാം. അതുപോലെ ഇങ്ങനെ ഉരുട്ടിയിട്ട് ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്യുക. നമ്മുടെ എണ്ണയിലേക്ക് ഇടുക. മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിത് ഒന്ന് മറിച്ചിടാം. നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. രസം തയ്യാറാക്കാം. അതിനുള്ള കടുക് വറുത്തതാണ്. വെളുത്തുള്ളിയും കൂടി ചേർക്കാം. മല്ലിപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി. ഒരു പച്ചമണം മാറുന്നവരെ നമുക്കൊന്നത് എടുക്കാം. കൂടി കുറച്ച് തക്കാളി ചേർക്കുന്നത് നല്ലതാണ്, ഓപ്ഷനിലാണ്. വേണമെങ്കിൽ ചേർത്താൽ മതി. കുരുമുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. പുളിവെള്ളം ഒഴിക്കാം. ഞാൻ ചെറിയൊരുണ്ട പുളിയാണ് വെള്ളത്തിലിട്ട് വെച്ചിരുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പ്, 1 സ്പൂൺ കായപ്പൊടി, കുറച്ച് മല്ലിയിലയും കൂടെ നമുക്കിടാം. ഇതൊന്ന് തിളച്ച് വരണം. വട നമുക്ക് രസത്തിലേക്ക് ഇടാം. മുളക് കറിയാണ് ഉണ്ടാക്കുന്നത്. അതിന് കുറച്ച് കട്ടക്കായം ചൂടെണ്ണയിലേക്ക് ഇടാണ്. പിന്നെ വറ്റൽ മുളക് ഒരു 4 ഇട്ടു. ഒരു പിടി ചെറിയ ഉള്ളി വഴറ്റി കൊടുക്കാം. ഇത് നമുക്ക് കോരി എടുക്കാം. ഇത് കാശ്മീരി ചില്ലി പൗഡറാണ്. ഞാൻ 2 സ്പൂൺ ഇടുകയാണ്. ഇത് നമുക്ക് മിക്സിയിലിട്ടൊന്ന് അരിച്ചെടുക്കാം. നമുക്കിത് കടുക് വറുത്തെടുക്കേണ്ടതാണ്. ഞാൻ നേരത്തെ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. നമുക്കിനി ചമ്മന്തി അരയ്ക്കാം. അതിന് ഞാൻ 1 പിടി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഒരു ചെറിയ ഉള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, മുളക് പൊടി ഒരു 1/2 ടേബിൾ സ്പൂൺ, കുറച്ച് വെള്ളവും ചേർത്തിട്ട് മിക്സിയിൽ അടിച്ചെടുക്കാം. നമ്മുടെ ചമ്മന്തി കടുക് താളിച്ചെടുക്കാം. ദോശ ഉണ്ടാക്കാനുള്ള മാവ് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 1 ഗ്ലാസ് അരിക്ക് 1/2 ഗ്ലാസ് ഉഴുന്ന് പരിപ്പും 1 സ്പൂണ് ഉലുവയും കൂടെ ചേർത്തിട്ട് ഒരു 5-6 മണിക്കൂർ പോത്ത് വെച്ചതിന് ശേഷം അരച്ചെടുത്തതാണ്. ഇതിപ്പോൾ നല്ല പുളിച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ദോശയ്ക്ക് പാകമായിട്ടുണ്ട്. നമുക്കിനി ദോശ ഉണ്ടാക്കാം. തട്ട് ദോശയുണ്ട്. അധികം വലിപ്പം വേണ്ടല്ലോ. ഇനി ഓംലെറ്റ് അടിക്കാം. പകുതി സവാള എടുത്തു, 2 മുട്ട, 2 പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പ്. പിന്നെ അതിൽ മറ്റൊരു സാധനം കൂടി ചേർക്കുന്നുണ്ട്. അതാണ് തട്ടുകട ഓംലെറ്റിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. 1 സ്പൂൺ മിൽക്ക്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പം വെളിച്ചെണ്ണയും കൂടി ചേർക്കാം.
എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. നമ്മുടെ പാൻ ചൂടായിരിപ്പുണ്ട്, അത് അതിലേക്ക് ഒഴിക്കാം. ഇതിൻ്റെ സൈഡിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. സൈഡെല്ലാം നല്ല മുരിഞ്ഞ് വരും. ഇനി ഒരൽപ്പം കുരുമുളക് പൊടി കൂടി വിതറാം. നമ്മുടെ ഇന്നത്തെ തട്ടുകട സ്പെഷ്യൽ റെഡി ആയിട്ടുണ്ട്. നമുക്കത് എങ്ങനെയുണ്ടെന്ന് നോക്കാം. എങ്ങനെയുണ്ടെന്ന് നോക്കാം. മുളക് ചട്നി, തേങ്ങാ ചമ്മന്തി, ഓംലെറ്റ്, അടിപൊളി. തട്ടുകടയുടെ അതേ ടേസ്റ്റാണ്. റിസോർട്ടൊക്കെ നാട്ടിൽ കിട്ടുന്ന അതേ ടേസ്റ്റാണ്. തട്ടുകടയിൽ നിന്ന് എങ്ങനെ കഴിക്കും സെയിം. അവിടെ നമുക്കൊരു പപ്പടവും കൂടി കിട്ടാറുണ്ട് ഇതിനൊപ്പം. ആ പപ്പടവും കൂടെ കഴിച്ചാലേ കറക്റ്റ് ടേസ്റ്റ് ഇട്ട് കൊടുക്കാം. എല്ലാവരും ട്രൈ ചെയ്യണം. ഈ രണ്ട് ചട്നി സൂപ്പറാണ്. മുളക് ചമ്മന്തിയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മളെപ്പോഴും വീട്ടിൽ നോർമലി ഈ തേങ്ങാ ചട്നി ആയിരിക്കും ഉണ്ടാക്കുന്നത്. ഇതധികം ഉണ്ടാക്കത്തില്ല. ഇത് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ ഡിഷ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കേണ്ടതാണ്. ഇന്നത്തെ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഞങ്ങളുടെ ചാനലിൻ്റെ പേര് ടേസ്റ്റ് ഫാക്ടറി ബൈ കേരള കസിൻസ്. ഇനി നമുക്ക് പുതിയൊരു എപ്പിസോഡിൽ കാണാം. ബൈ.